So hello guys, so നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ നോക്കി. ഇനി നമുക്ക് ഡാറ്റ വ്യൂ ചെയ്യാം, ലൈക്ക് ഡാറ്റ എങ്ങനെ വ്യൂ ചെയ്യണം നോക്കാം. ഓക്കെ, സോ നമുക്ക് MySQL query ഒക്കെ ചെയ്തു. ഇനി ഈ വൈൽ ലൂപ്പിലുള്ള സാധനം എങ്ങനെ അടിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ടൊക്കെ നോക്കാം. കാരണം ഡാറ്റ ഇല്ലെങ്കിലും നമ്മുടെ ടേബിളിൻ്റെ അടിയിൽ കാണിക്കണം ദർ ഈസ് നോ ലൈക്ക് ഡാറ്റ എന്നൊക്കെ പറഞ്ഞു അല്ലേ, അത് ശരിയാണല്ലോ. അപ്പോൾ അതും കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് കോപ്പി ചെയ്യാം, കട്ട് ചെയ്യാം, ദെൻ നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. ഓക്കെ, നമ്മൾ ടേബിൾ ബോർഡിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. നമ്മൾ ടേബിൾ ബോർഡിലേക്ക് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റിയിട്ട് ഓരോ ഡാറ്റ ഇപ്പോൾ നമ്മളുടെ ഇതിൽ ഇതാകുമ്പോൾ ID SINO ആക്കി കൊടുക്കാം, ടൈറ്റിൽ നെയിം കൊടുക്കാം, ആൻഡ് ഡിസ്ക്രിപ്ഷൻ തന്നെ കൊടുക്കാം. ഓക്കെ, സോ അത് നമുക്ക് ഇപ്പോഴത്തെ ടാസ്ക്കായിട്ട് വർക്കൗട്ട് ചെയ്യാം. സോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇതാണെങ്കിൽ ഇതൊരു ബ്രേക്കിംഗ് പോയിന്റ് കൊടുക്കാം. ഓക്കെ, ദെൻ there is another breaking point. Okay, cool, right? Okay, ഈ കമൻറ്റ് നമുക്ക് എടുത്ത് കളയാം. ആൻഡ് ഇഫ് ഇത് വന്നു കഴിഞ്ഞാൽ TRൻ്റെ ഉള്ളിൽ വെയിറ്റ്, ഐ തിങ്ക് ഐ ഡോണ്ട് നീഡ് TR. ഓക്കെ, TRൻ്റെ ഉള്ളിൽ ഓക്കെ, അത് കഴിഞ്ഞു. ഇനി വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ വൈൽ ലൂപ്പ്, ദെൻ ദിസ് തിങ്, ദെൻ നമുക്ക് ഈ വൈൽ ലൂപ്പിൻ്റെ എൻഡിങ് ഇതാണല്ലോ നമ്മുടെ ബ്രാക്കറ്റ്, വൈൽ ലൂപ്പിൻ്റെ എൻഡിങ് ബ്രാക്കറ്റ്. സോ നമുക്ക് ഇവിടെയും കൊടുക്കാം. സോ നമ്മുടെ വൈൽ ലൂപ്പ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഈ എഴുതാം. നമുക്ക് ജസ്റ്റ് എഴുതാം ജസ്റ്റ് നോക്കാനായിട്ട്. ഓക്കെ, then I don't think this is needed. ഇങ്ങനെ കൊടുക്കാം. സോ നമ്മുടെ വൈൽ ലൂപ്പിൽ നിന്ന് കഴിഞ്ഞ് ഇവിടെ വന്ന് അവസാനിച്ചു. ഇഫ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവസാനിച്ചു. നമുക്ക് ഡാറ്റ എങ്ങനെയാണ് വ്യൂ ആവണം നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ കണ്ടില്ലേ, ഡാറ്റ അതേപോലെ തന്നെ വ്യൂ ആവും. നമുക്ക് ഒറ്റൊരു ഡാറ്റ ആയിരുന്നു, അതുകൊണ്ടാണ് ഒരു ടൈം വ്യൂ ആയത് അല്ലേ. നമുക്ക് ഇനി ഈ TD1 ഡാറ്റ എന്നൊക്കെ മാറ്റി നമുക്ക് നമ്മളുടെ റോയിൻ്റെ പേരും കൂടെ എഴുതാം. സോ നമ്മുടെ PHP സ്റ്റാർട്ട് ചെയ്യാൻ ക്ലോസ് ചെയ്യാം. ദെൻ എക്കോ, ഓക്കെ, എക്കോ, ദെൻ റോ പേര് കൊടുക്കാം. ID ദെൻ നമുക്ക് അതേപോലെ നെയിം, ഡിസ്ക്രിപ്ഷൻ എല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, സോ നെയിം, ദെൻ ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ, നെയിം എല്ലാം കൊടുത്തു. ഇത് നമുക്കൊന്ന് ലോഡ് ചെയ്യിക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഡാറ്റയിലുള്ള പോലെ വന്നില്ലേ. ലോഡ് ഇറ്റ്. ഓക്കെ, നമ്മുടെ ഡാറ്റയിൽ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ടേബിൾ കാട്ടിക്കൊണ്ട് ബ്ലോഗ് ടൈറ്റിൽ, ബ്ലോഗ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ID 1 ആയിരുന്നു. അതേപോലെ തന്നെ കണ്ടില്ലേ, സെയിം രീതിയിൽ തന്നെ വന്നു അല്ലേ. ഇനി നമുക്ക് ഇതേപോലെ വേറെ ഒരെണ്ണം വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ ഇൻസേർട്ട് ചെയ്യാം. ID 2, ദെൻ നെയിം, ബ്ലോഗ് നെയിം, ബ്ലോഗ് ടൈറ്റിൽ 2, ദെൻ ബ്ലോഗ് ഡിസ്ക്രിപ്ഷൻ 2. ആൻഡ് ഞാൻ ഇവിടെ ഇതൊക്കെ വെയിറ്റ് സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ അടുത്ത ഡാറ്റയും വരും. ഇനിയിപ്പോൾ നമ്മൾ ഓരോ ഡാറ്റ ചെയ്താലും കയറിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിറ്റി സിമ്പിൾ.
നമുക്ക് ഇത്രയും നമ്മൾ നേരത്തെ ചെയ്ത വർക്ക് തന്നെയാണ് ഇവിടം വരെ അല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ഈ ഇഫ് അടിയിലേക്ക് കൊണ്ടുവന്നു, കാരണം നമുക്ക് അവിടെയുള്ള നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം അല്ലേ. ആൻഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ റിസൾട്ട് നമ്പറോ 0 നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് വൈ ലൂപ്പിൻ്റെ ഉള്ളിൽ വരും. ഡാറ്റ ഉണ്ടല്ലോ നമുക്ക് വൈ ലൂപ്പിൻ്റെ ഉള്ളിൽ വരും. വൈ ലൂപ്പ് വരുമ്പോൾ വൈ ലൂപ്പിൻ്റെ നമ്മുടെ PHP കോഡ് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലാണ്. വൈ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കാണിക്കണമല്ലോ. നമ്മൾ ഡാറ്റ വൈ ലൂപ്പിൽ ഇപ്പോൾ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ഒരു വട്ടം വൈ ലൂപ്പ് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു വട്ടം നമ്മുടെ HTML കോഡ് റിപ്പീറ്റ് ചെയ്യണം. 2 വട്ടം ഉണ്ടെങ്കിൽ 2 വട്ടം വർക്ക് ചെയ്യണം അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് HTML കോഡ് സാധാരണയായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഞാൻ HTML കോഡ് ഇൻസേർട്ട് ചെയ്തു TR ദെൻ TD എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ TR എന്ന് പറഞ്ഞാൽ ടേബിൾ റോ, ദെൻ TD നമ്മുടെ സെല്ല്, ടേബിളിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ കോളം എന്തായാലും ടോൾ സെല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വെറുതെ ഡാറ്റ ഇൻസേർട്ട് ചെയ്തു, ജസ്റ്റ് നോക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി എങ്ങനെയാണ് വർക്കിംഗ് അറിയാൻ വേണ്ടി. ആൻഡ് നമുക്ക് ഒറ്റയായിട്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത ഡമ്മി ഡാറ്റ കിട്ടി. ദെൻ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തെന്ന് അല്ലേ, തുടങ്ങിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് PHPൻ്റെ കോഡ് എഴുതാൻ പറ്റുമെന്ന്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത്, അപ്പോൾ അതാ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ PHPൻ്റെ കോഡ് എഴുതാൻ പറ്റും അല്ലേ, HTML ഇതായിട്ട്. അപ്പോൾ നമ്മളുടെ റോയിൻ്റെ ഉള്ളിലുള്ള അസോസിയേറ്റ് അറേയിലല്ലേ ലൈക്ക് ഡാറ്റ ഉണ്ടാവണം. അത് റോ എന്ന് പറഞ്ഞിട്ടാണ്. റോ നമ്മുടെ ID ഡാറ്റാബേസിലെ ID, ദെൻ ഡാറ്റാബേസിലെ നെയിം, ഡാറ്റാബേസ് ഡിസ്ക്രിപ്ഷൻ, അത് ഓരോ സെല്ലായിട്ട് കൊടുത്തു. ഇപ്പോൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈലേക്ക് വരും. ദെൻ ഒരു വട്ടമാണ് ഡാറ്റ ഉണ്ടെങ്കിൽ ഇത് ഒരു വട്ടം വർക്ക് ചെയ്യും. 2 വട്ടം ആണെങ്കിൽ വർക്ക് ഉണ്ടെങ്കിൽ ഇത് വൈൽ ഒരു വട്ടം വർക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വൈൽ പിന്നെയും ഒരു വട്ടം കൂടി വർക്ക് ചെയ്യും. 3 വട്ടം ആണെങ്കിൽ വൈൽ 3 വട്ടം വർക്ക് ചെയ്യും. അപ്പോൾ എന്താണ് ഈ TRഉം TDയും അവ 3ഓ 4ഓ എത്ര വട്ടമാണ് വൈൽ വർക്ക് ചെയ്യണം അതിനനുസരിച്ച് വർക്ക് ചെയ്യും. ഓരോ വട്ടം വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഓരോ ടേബിൾ റോ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതല്ലേ. അതാണല്ലോ HTML കോഡ് അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ജസ്റ്റ് ടേബിൾ വ്യൂ നമ്മൾ HTML ചെയ്യുന്നത്. ഓക്കെ.